ഓക്കെ. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം അല്ലേ, ടെൻറ്റിൽ കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ടെൻറ്റിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ ടെൻറ്റിലാണ് ഇവർ താമസിക്കുന്നത്. ആ കുട്ടിയൊക്കെ നല്ല താലോലിച്ച് പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ ആ കുട്ടി നല്ല സുഖത്തിൽ കിടക്കുകയാണ്. അപ്പോൾ മിക്കാലിനോട് പറയണം, ലെറ്റ്സ് സീ ദ കിഡ്, ഇസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ. അപ്പോൾ ആ കുട്ടീനെ കാണട്ടെ, കുട്ടി ആണാണോ പെണ്ണാണോ. അപ്പോൾ മിക്കാലിയുടെ മനസ്സിൽ എന്തുണ്ട്, മിക്കാലിയുടെ മനസ്സിൽ ഹോപ്പ് വരാണ്, സന്തോഷം വരാണ്. അപ്പോൾ സെവറൽ നെയ്ബേഴ്സ് അവരൊക്കെ വന്നിങ്ങനെ ചുറ്റും നിൽക്കുകയാണ് ഈ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സഞ്ചിയിലാണ് ഈ കുട്ടീനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സഞ്ചിയിൽ നിന്ന് കുട്ടീനെ ഇങ്ങനെ പുറത്തോട്ട് എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഞെട്ടുകയാണ്. കാരണം വെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെല്ലാവരും പേടിച്ച് ഒരു കരച്ചിൽ പുറത്തോട്ട് വിടുകയാണ്. കാരണം ഈ കുട്ടി, ഈ പിഞ്ചു കുഞ്ഞിന് ഇപ്പോൾ ആ ഒരു കുട്ടിത്തം എന്ന് മാത്രമല്ല, ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഫിഗർ തന്നെ നഷ്ടപ്പെടുകയാണ്. കാരണം ഈ കുട്ടിക്ക് ജനിച്ചിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. ആകെ എന്തെങ്കിലും ഒരു വെള്ളമോ എന്തെങ്കിലും കിട്ടുന്നതല്ലാണ്ട് ജനിച്ചിട്ട് ആ കുട്ടിക്ക് ന്യൂട്രീഷനായിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ മുഖമൊക്കെ, തലയൊക്കെ നീണ്ട്, ഉടലൊക്കെ അങ്ങോട്ട് ചുക്കിച്ചുളിഞ്ഞ് ആകെ ആ കുട്ടിയുടെ മനുഷ്യരൂപം, ആ ഒരു കോലം തന്നെ മാറി. എല്ലാവരും അതിനൊരു മോൺസ്റ്ററായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ വായൊക്കെ അങ്ങോട്ട് വീർത്ത് ആകെ നീര് വെച്ചതുപോലെയൊക്കെ ആണ്. അപ്പോൾ അത് ആ കുട്ടീനെ കാണുമ്പോൾ മിക്കാലിക്ക് തന്നെ പേടിയാവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളൊക്കെ പറയുന്നത്, ഹോളി മദർ, ഇത് ഒരു എന്താണ് മനുഷ്യക്കുട്ടിയല്ല, ഇതൊരു വാമ്പയർ കുട്ടിയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഇതൊരു വാമ്പയർ ചൈൽഡാണ്, ഇതൊരു ശരിക്കുള്ള ചൈൽഡല്ല, ഇതൊരു വാമ്പയർ ചൈൽഡാണ്. എനിക്ക് പാലുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് എന്തുണ്ടാവില്ല, അതിന് പാൽ ഊട്ടാനുള്ളൊരു ധൈര്യം എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ വേറൊരാൾ പറയുന്നത് എന്താണ്, എ ട്രൂ ആൻറ്റി ക്രൈസ്റ്റ് സെഡ് അനദർ ക്രോസിംഗ് ഹെർസെൽഫ്, എ ട്രൂ സൺ ഓഫ് ദ ടർക്ക്. An old crone came up. Ho, ho, she screamed, seeing the newborn child. It's the devil himself. Then turning to Mikali, she yelled, get out of here, son of mischance, and never set foot again. You'll bring us bad luck. And all of them together chased him away, threatening. His eyes filled with tears. He went off, bearing the little child, still wailing its hunger. There was nothing to be done. The child was condemned to die of hunger. അപ്പോൾ വേറൊരു സ്ത്രീ എന്താണ് ഇതിനെ നോക്കിയിട്ട്, ഇത് ആൻറ്റി ക്രൈസ്റ്റാണ്, ഇത് ശരിക്കും ടർക്ക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ സമയത്ത് ക്രൂസേഡ്സിൻ്റെ ഒരു സമയം. അപ്പോൾ ഒരു ക്രിസ്ത്യനും മുസ്ലിം അങ്ങനത്തെ ഒരു വാർ നടന്നു, ആ ഒരു ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രൂ സൺ ഓഫ് ദി ടർക്ക്. ആൻഡ് ഓൾഡ് ക്രോൺ എന്ന് പറയുന്നത് വളരെ പ്രായമുള്ളൊരു സ്ത്രീ. ആ സ്ത്രീ വന്നിട്ട് എന്താണ് ഈ കുട്ടീനെ നോക്കിയിട്ട്, ഇത് ശരിക്കും എന്താണ് പിശാച് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മിഖാലിനെ ചീത്ത പറയാണ്. ഇതിനെയും പിടിച്ചുകൊണ്ട് വേഗം തന്നെ പൊയ്ക്കോളൂ, ഇനി ഇവിടെ നിൽക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്കും ബാഡ് ലക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട് മിഖാലി പോവുകയാണ്. കാരണം ഇവന് സഹിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാനില്ല. കാരണം ഇവരിങ്ങനെ പറഞ്ഞ് വിടുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കുട്ടി ഈസ് ബീങ് കണ്ടംഡ്. ആ കുട്ടിക്ക് എഴുതി വെക്കുകയാണ് ഈ കുട്ടി ഇനി ഹങ്കറാണ്, ഇനി അതിനെ ഒന്നും കിട്ടില്ല എന്നുള്ളത്. ഈ കുട്ടിയാണെങ്കിൽ കിടന്ന് കരയാണ്, വിശപ്പ് കാരണം അത് കിടന്നിങ്ങനെ കരയാണ്. Mikali felt himself immensely alone and lost. A chill ran up his spine at the thought that he was carrying such a monster. He slumped down in the shadow of a shed. It was still very warm. The country spread out before him in arid wasteland covered with refuse. അപ്പോൾ ഇതിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവർ പറയുന്ന കാര്യം ഈ കുട്ടിയുടെ മനസ്സിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇവന് പേടിയാവുകയാണ്. അവൻ്റെ ബാക്കിലിങ്ങനെ ഒരു ഷിവറിങ് വരുന്ന പോലെ ഇവന് തോന്നുകയാണ്. കാരണം ഇവനും വിചാരിക്കുകയാണ്, ഞാൻ ഇന്നത്തെ ഒരു മോൺസ്റ്ററിനെയാണോ പിടിച്ച് നടക്കുന്നത്. അപ്പോൾ ഒരു ഷെഡിൻ്റെ ഒരു ഷാഡോൻ്റെ അവിടെ വന്നപ്പോൾ ഇവനിങ്ങനെ നിൽക്കുകയാണ്. ചുറ്റും നോക്കുമ്പോൾ എന്താണ്, ചുറ്റും അവന് വേസ്റ്റ് മാത്രമാണ്, റിഫ്യൂസും വേസ്റ്റും മാത്രമാണ് കാണാൻ പറ്റുന്നത്. Noon rang out somewhere. The sound reminded him that he had eaten nothing since the day before. He would have to go sneaking about the streets, around cafe terraces, filching some half-eaten roll left on a plate, or else rake about in the garbage for what a dog would not have eaten. Suddenly,
Life seemed to him so full of horrors that he covered his face with his hands and began to sob desperately. അപ്പോൾ ഉച്ച സമയത്തുള്ള ബാങ്ക് എവിടെയോ കേൾക്കുന്നുണ്ട്. നൂൺ റാങ് ഔട്ട്. ആ സമയത്ത് ആണ് ഇവന് ഓർമ്മ വരുന്നത്, ഞാൻ ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. ഇവൻ വിചാരിക്കുകയാണ്, ഇനി ഞാൻ എന്ത് വേണം, ഇനി ഞാൻ ടൗണിൻ്റെ തൊട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും ഈ ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും കഫേയുടെ അവിടെ അവർ ബാക്കി വെച്ച എന്തെങ്കിലുമോ തിന്ന് ബാക്കിയിട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇത് വേണമെന്നും വിചാരിച്ച് ഇവനിങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഗാർബേജിൻ്റെ അവിടെ പോയി നോക്കുക. അപ്പോൾ സഡൻലി ഇവൻ അത് ഓർത്തിങ്ങനെ അവന് കരച്ചിൽ വരികയാണ്. കാരണം ഇവൻ ഇത്രയേ ആയിട്ടുള്ളൂ, 14 വയസ്സൊക്കെ ആയിട്ടൊരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. When he raised his head, a man stood before him, gazing down upon him. Mikali recognized the Chinaman who often came to the camp to sell paper knickknacks and charms, which no one ever bought from him anyway. Often they mocked him because of his color and squint eyes. The children hounded him, shouting, "Lee Link, the stinking chink." Mikali saw that he was looking gently down at him and moving his lips as though to speak. Finally, the Chinaman said, "You mustn't cry, boy." Then timidly, "Come with me." അപ്പോൾ ഇവൻ ഇങ്ങനെ ഇരുന്ന് കരയുന്ന സമയത്ത് ഇവൻ്റെ അടുത്തോട്ട് വരുന്നത് ഒരു ചൈനാമാൻ, അതായത് ഒരു ചൈനക്കാരനാണ് ഇവൻ്റെ അടുത്തോട്ട് വരുന്നത്. ഈ ചൈനക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിൽ വന്ന് അതുതൊക്കെ സെല്ല് ഉള്ളതാണ്. അപ്പോൾ ഇവൻ ബാക്കി കുട്ടികളെല്ലാം ഈ ചൈനക്കാരനെ കളിയാക്കുക. അവനിങ്ങനെ ചിങ്ക് എന്നൊക്കെ വിളിച്ചിട്ട് അവരുടെ മുഖത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് കളിയാക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ നോക്കിയിട്ട് ആ ചൈനക്കാരൻ പറയണം, "നീ ഇങ്ങനെ കരയില്ലേ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ വാ" എന്ന് പറഞ്ഞു. Mikali's only answer was to shake his head negatively. He longed to flee. He had heard so many horrors about the cruelty of the Orientals. At the camp they went so far as to say that they had the habit, like the Jews, of stealing Christian children in order to kill them and drink their blood. അപ്പോൾ ഈ ചൈനക്കാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓറിയൻറ്റൽസ് എന്ന് പറയുന്ന ഈസ്റ്റേണേഴ്സിനെ കുറിച്ചിട്ട് പല ധാരണകളുണ്ട് ഇവരുടെ ഇടയിൽ, യൂറോപ്യൻസിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ക്യാമ്പിൽ ഇവരെ ഇവർ എന്താണ് ജ്യൂസിൻ്റെ കൂട്ട് ക്രിസ്ത്യൻ പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ബ്ലഡ് വലിച്ചു കുടിക്കുന്ന ഒരു സ്വഭാവമാണ്. അതാണ് ഈ കുട്ടിക്ക് പേടിയാണ് ഈ ചൈനക്കാരന്. Yet the man remained there and did not budge. So being in great distress, Mikali followed him. What more awful thing could happen to him? As they walked along, he stumbled weakly and almost fell with the child. The Chinaman came to him and, taking the baby in his arms, tenderly pressed it to him. They crossed several empty lots, and the man took a little lane that led them to a sort of wooden cabin surrounded by a very small garden. He stopped before the door and clapped his hands twice. A few light steps inside, and a tiny person came to open the door. Seeing the men, her face reddened, and then a happy smile lit it up. She made a brief courtesy to them. As Mikali remained there hesitantly, rooted to the threshold, the Chinaman said to him, "Come in then, do not be afraid, that is my wife." അപ്പോൾ ഈ ചൈനക്കാരൻ്റെ കൂടെ പോകാനായിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ ചൈനക്കാരൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവന് പേടിച്ചിട്ട് ഇവൻ്റെ ഇനി എന്ത് സംഭവിക്കാൻ എന്ന മട്ടിൽ ഇവൻ്റെ കൂടെ പോവാണ്. അപ്പോൾ ഇങ്ങനെ പോയി കുറച്ച് നേരം പോയി കഴിയുമ്പോൾ ചൈനക്കാരൻ ആ ബേബീനെ അവൻ്റെ കയ്യിൽ നിന്ന്, കാരണം ഈ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ബേബീനെ അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റി ഇവൻ്റെ കയ്യിലിങ്ങനെ ചൈനക്കാരൻ പിടിച്ചേക്കാണ്. അവർ കുറേ സ്ഥലം കഴിഞ്ഞ് പോയി ലാസ്റ്റ് ചൈനക്കാരൻ്റെ വീട്ടിലോട്ടാണ് ഇവർ പോകുന്നത്. വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് ഇവനിങ്ങനെ 2 പ്രാവശ്യം കൊട്ടി. ഒരു ചെറിയ ആളാണ് പുറത്തോട്ട് വരുന്നത്. ആ കുട്ടീനെയും ഈ ചൈനക്കാരനെയും കാണുമ്പോൾ അവൾ ചിരിക്കുകയാണ്. അപ്പോൾ മിക്കാലി ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ത്രഷോൾഡിൽ ഇങ്ങനെ, അതായത് ആ പുറത്തിങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ചൈനക്കാരൻ, "വരൂ, എൻ്റെ ഭാര്യയാണത്, പേടിക്കണ്ട" എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോകും. Mikali went into the room, rather large it seemed, separated in the middle by a colored paper screen. It was all so clean and neat, though very poor looking. In the corner he noticed a wicker cradle. "That's my baby," said the young woman, cocking her head graciously to one side and smiling to him. "He is very tiny and very beautiful. Come and see."
Mikali went closer and silently admired it. A chubby baby, but lately, out of the darkness of the maternal body, slept peacefully, covered with a gold brocade cloth, like a little king. അപ്പോൾ മിക്കാലി റൂമിൽ നോക്കുമ്പോൾ അവിടെ അത്യാവശ്യം സ്പേസാണ്, പക്ഷേ അവർ വീട്ടിൽ വേറെ സാധനങ്ങളൊന്നുമില്ല, പോറാണ്, അപ്പോൾ ക്ലീനാണ്. പക്ഷേ അപ്പോൾ അവിടെ ഒരു സൈഡിലൊരു ക്രേഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് നോക്കുമ്പോൾ ആ സ്ത്രീ പറയും, ഇത് എൻ്റെ കുട്ടിയാണ്, ആ ക്രേഡിൽ കിടക്കുന്നത് ബേബിയാണ്, അവൻ വളരെ ചെറുതാണ്, പക്ഷേ നല്ല സുന്ദരനാണ്. അപ്പോൾ മിക്കാലി അടുത്തോട്ട് പോയി നോക്കുമ്പോൾ കുട്ടി എന്താണ്, ഒരു സുന്ദരനായിട്ടുള്ളൊരു കുട്ടിയാണ്, വളരെ ചെറുതാണ്, സുന്ദരനാണ്. പക്ഷേ എന്നിട്ട് എന്താണ്, കുട്ടി ഒരു കിങ്ങിനെ പോലെ ഒരു ഗോൾഡ് ക്ലോത്തൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നത്. Then the husband called his wife over, made her sit on a straw mat, and without a word set down on her lap the little famished one, bowing deeply before her. The woman leaned over with astonishment and drew back the covering in which the child was wrapped. It appeared to her in all its skeletonic horror. She gave a cry of immense pity, then pressed the babe to her heart, giving it the breast. Then, with a gesture of modesty, she brought forward a flap of her robe over the milk-swollen breast and the poor gluttonous infant suckling there. അപ്പോൾ ഈ സ്ത്രീനെ ഒരു സൈഡിൽ വിളിച്ച് ഇരുത്തിയിട്ട് ഹസ്ബൻഡ് ആ കുട്ടീനെ പിടിച്ചിട്ട് ആ കുഞ്ഞു കുട്ടീനെ എടുത്തിട്ട് അവരുടെ മടിയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഭാര്യ ഇങ്ങനെ അസ്റ്റോണിഷായിട്ട് സർപ്രൈസായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മുഖമൊക്കെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ വളരെ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവർ ഒരു ഹൊറിഫിക് ആയിട്ടുള്ളൊരു ക്രൈ കൊടുക്കുകയാണ്, ഒരു ഇമ്മൻസ് പിറ്റിയുടെ ഒരു ക്രൈ. എന്നിട്ട് ആ കുട്ടിക്ക് ആ അമ്മ പാല് കൊടുക്കുകയാണ്. എന്നിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടീനെ ആ ബ്രസ്റ്റിനെയും ആ അമ്മ എന്നിട്ട് മറച്ചു. ആ കുട്ടിയാണെങ്കിൽ അത് വലിച്ചു കുടിച്ച് അവിടെ കിടക്കുക. അപ്പോൾ ഈ കഥയിൽ നമുക്ക് സിമ്പത്തി എന്താണ് മാതൃത്വം എന്താണ്, നമ്മൾ ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതൊക്കെ നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നത് റെഫ്യൂജീസാണ്, മറ്റവരും റെഫ്യൂജീസ് തന്നെയാണ്. പക്ഷേ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, ടർക്സിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് കിടക്കുന്നത് കാരണം പിന്നെ എന്താണ് ഇവൻ ഇവരെക്കാളും പൂറായതുകൊണ്ടും പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റെഫ്യൂസ് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിൽ വെച്ചിട്ട് വേണം